ചീത്ത പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു മോശം സാധനം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. മാമിന്റെ പല ഇന്റർവ്യൂസ് കണ്ടു മാം ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് ആ കാര്യം സംസാരിക്കുന്നത്. എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല. എന്താ കുഴപ്പം, എന്താ അതിലൊരു പ്രശ്നം എനിക്കറിയില്ല. പക്ഷെ അതിൽ കുറെ ഫണ്ണി ഇൻസിഡൻസും ഉണ്ടായില്ലേ? അതായത് സാറിനെ കുറെ പേര് ചോദ്യം ചെയ്ത് എല്ലാവർക്കും ഭയങ്കര ഒരു മോശം ഇത് പ്രൊഡക്റ്റ് ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ. പുറത്തൊക്കെ പോയി യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ആടുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെയൊന്നും അവർ ഓപ്പണായിട്ട് കാണിക്കുമെങ്കിലും അതിലൊരു വൾഗാരിറ്റിയും ഒന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ അതുപോലെ ശ്രദ്ധിച്ചു. 100% ആൾക്കാരെ ഹാപ്പി ആയിട്ട് നമുക്ക് സന്തോഷിപ്പിച്ചിട്ട് നമുക്കൊന്നും ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല. ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയേ ഉള്ളൂ. ഒരു വഴി അടഞ്ഞാൽ ഞാൻ വേറെ വഴി തുറന്നു പോയിരിക്കും എന്ന് പറയുന്ന ഒരു മനസ്സുള്ളവരാണ്. കംഫർട്ട് ലെവലിലുള്ള ഒരാൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ബിസിനസ്. നിവർന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ധൈര്യം വേണം. പുരുഷന്മാരെ അപേക്ഷിച്ച് കുറച്ചും കൂടി നമുക്ക് ശത്രുക്കളും കാര്യങ്ങളൊക്കെ കൂടുന്ന വെച്ചാൽ അങ്ങനെയാണ് അത്ര അംഗീകരിച്ച് തരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറച്ച് എന്തായാലും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു എൻവയൺമെന്റ് അങ്ങനെയാണല്ലോ. പേടിച്ച് പുറകോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ കഥ വേറെ ആവുമായിരുന്നു. ഞാൻ പേടിച്ച് പുറകോട്ട് പോയില്ല. ഞാനൊരു ഫൈറ്റർ തന്നെയാണ്. ഞാൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കൊന്നുമില്ല. മലയാളികൾക്ക് അങ്ങനെ ഇരുന്ന് 8-10 മണിക്കൂറൊന്നും ജോലി ചെയ്യാൻ വലിയ താല്പര്യമില്ല. ഇവിടെ കെട്ടിടം പണിയാനോ തുണി തേക്കാനോ അല്ലെങ്കിൽ തോട്ടപ്പണിക്കോ തയ്യലിനോ ഒക്കെ അതർ സ്റ്റേറ്റ്സിലെ തൊഴിലാളികളെല്ലാം ഇവിടെ വരുന്നത്. എ വുമൺ ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് സ്ട്രെങ്ത്. പല സ്റ്റീരിയോ ടൈപ്സും ബ്രേക്ക് ചെയ്ത് mid-90s സ്റ്റാർട്ട് ചെയ്ത ഒരു വലിയൊരു ഫേം. ഇന്ന് നമ്മുടെ കൂടെ മീറ്റ് ദ ലെജൻസിൽ വി ഹാവ് ഷീല കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു മാം. ഞാൻ പറഞ്ഞ മാതിരി ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. ഇപ്പൊ നമുക്ക് 30 years ആവൂല, 95 വി സ്റ്റാർട്ട്. ഹൗ ഇസ് ദാറ്റ് ബ്യൂട്ടിഫുൾ ജേർണി ടിൽ നൗ? ഹൗ ഡു യു ഫീൽ? ഞാനങ്ങനെ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആവണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഞാൻ ബിസിനസ് രംഗത്തേക്ക് വന്ന ആളല്ല. എനിക്ക് ഐ ഹാവ് ലോട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ അതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. എൻ്റെ ഏറ്റവും സന്തോഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ ക്രിയേറ്റീവ് അവേഴ്സാണ്. അങ്ങനെ ആലോചിച്ചു അങ്ങനെയാണ് ഞാനൊരു ഗാർമെൻറ്റ് രംഗത്തേക്ക് വരുന്നത്. എനിക്കിങ്ങനെ ടൈലറിങ്ങിനോടും ഡിസൈനിങ്ങിനോടൊക്കെ ഒത്തിരി താല്പര്യമുണ്ട്. പക്ഷേ ഇന്നർ വെയർ എന്ന് പറയുന്ന ഒന്നിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ കടന്നത്. ആദ്യം ഞാൻ ഔട്ടർ വെയറിലാണ് ചെയ്തിട്ടാണ് പിന്നെ ഒരു 5-6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നർ വെയറിലേക്ക് കടക്കുന്നത്. സോ ആ ഒരു തോട്ട് ഓക്കെ ഇത് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്ന് ആ ഒരു സമയത്ത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. അന്ന് ഈ പറയുന്ന നല്ല ഇന്നോവേഴ്സ് കിട്ടാനില്ലായിരുന്നു. അന്ന് നമ്മൾ അത്ര എക്സ്പോസ്ഡ് അല്ല. 90s. അതെ അതെ. ലൈക്ക് എന്താ പറയുക, ഇവിടുത്തെ പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്നുള്ള പ്രോഡക്ട്സ് അങ്ങനെയൊന്നും ലിബറലൈസേഷൻ വന്നിട്ടില്ല. ഇല്ല. അപ്പോൾ നമ്മൾ വി ആർ നോട്ട് ഓപ്പൺ ടു എനി അതർ ന്യൂ പ്രോഡക്ട്സ്. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ മാത്രമേ നമുക്കുള്ളൂ ആക്സസ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ വളരെ നമ്മളൊരു പ്രിമിറ്റീവ് സ്റ്റേജിലാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കോളേജിൽ ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ തന്നെ കല്യാണം കഴിഞ്ഞ് 20 വർഷമായിട്ട് അതൊക്കെ തന്നെയാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഒന്നും വരുന്നില്ല. ആൻഡ് ഓൾസോ റീറ്റെയിലേഴ്സ് പറഞ്ഞു നല്ല പ്രോഡക്ട്സ് ഒന്നും മാർക്കറ്റിൽ വരുന്നില്ല. വൈ ഡോണ്ട് യു ലുക്ക് ഇൻ ടു ഇറ്റ്? അപ്പോൾ ഞാൻ ദാറ്റ്സ് ഹൗ ഐ തോട്ട് ഓക്കെ ലെറ്റ് മീ സീ എന്ന് പറഞ്ഞു. അങ്ങനെ ഐ ട്രൈഡ് ഡൂയിങ് സംതിങ്. അപ്പോൾ മാം ഈ ഔട്ടർ വെയർസിൽ നിന്ന് ഇന്നർ വെയറിലേക്ക് കടക്കുന്ന സമയത്ത് സാറിനോട് ഇത് ഡിസ്കസ് ചെയ്തിരുന്നു? അതായത് ഓക്കെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം അതൊരു പുതിയ പ്രോഡക്ട്സ് എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അന്നും അത് ഇന്ന് അത് എനിക്കത് വലിയൊരു അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിലില്ല. എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങനെ ആയിപ്പോയി. എനിക്കങ്ങനെ അതൊരു ചീത്ത പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു മോശം സാധനം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. മാമിന്റെ പല ഇന്റർവ്യൂസ് കണ്ടു മാം ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് ആ കാര്യം സംസാരിക്കുന്നത്. എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല. എന്താ കുഴപ്പം, എന്താ അതിലൊരു പ്രശ്നം എന്ന് എനിക്കറിയുന്നു. പക്ഷെ അതിൽ കുറെ ഫണ്ണി ഇൻസിഡൻസും ഉണ്ടായില്ലേ? അതായത് സാറിനെ കുറെ പേര് ചോദ്യം ചെയ്ത് എല്ലാവർക്കും ഭയങ്കര ഒരു മോശം ഇത് പ്രൊഡക്റ്റ് ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാനതിൽ ഉറച്ചു നിന്നു. എനിക്കത് അന്ന് അത് ഇന്ന് അത് ഞാനത് അതിലെനിക്കൊരു തെറ്റും തോന്നിയിട്ടുമില്ല, തോന്നുമില്ല. എനിക്ക് മനസ്സിലാവുന്നുമില്ല. പക്ഷെ അത് ഒരു തരത്തിലുള്ള ഒരു ആസ് എ ബിസിനസ് വുമൺ ഒരു റെവല്യൂഷൻ തന്നെ ബിസിനസ് വുമൺ എന്നുള്ളത് മാത്രമല്ല, ആസ് എൻ ഇൻഡിവിജ്വൽ ഞാൻ അങ്ങനെ ഇപ്പം സ്ത്രീകളുടെ സാധനങ്ങൾ മോശമായിട്ട് കാണുമോ, പുരുഷന്മാരുടെ കുറച്ചും കൂടി ഗ്ലോറിയസ് ആയിട്ട് കാണും. എനിക്കങ്ങനെ പറ്റില്ല. നമ്മൾ തന്നെ നമ്മളടിച്ച് താഴ്ത്തേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം സംസാരിക്കുമ്പോൾ അപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം മീറ്റ് ദ ലെജൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കൂടി നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് കുറെ ഇൻസൈറ്റ്സ് കൊടുക്കുക എന്നുള്ളൊരു ഇതോടെയാണ് മാമിനോടൊക്കെ നമ്മൾ സംസാരിക്കാൻ വരുന്നത്. അപ്പോൾ എനിക്ക് മാമിനോട് ചോദിക്കാനുള്ള കാര്യം, ഇതിൻ്റെ ഇപ്പം എല്ലാവരും പറഞ്ഞേക്കും കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളിയുടെ ഭാര്യയല്ലേ, ബിസിനസ് തുടങ്ങാൻ എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചേക്കാം അല്ലേ? പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. You had to
പേ ബാക്ക്, ടേക്ക് ലോൺ, ടേക്ക് ലോൺ ആൻഡ് പേ ബാക്ക്. അന്ന് അത് ഇന്ന് അതെ ബിസിനസ് ആവശ്യത്തിനൊക്കെ ലോണായിട്ട് തന്നെ എടുക്കുക. അന്നൊക്കെ ഇൻട്രസ്റ്റ് വരെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അല്ല അത് ഞാൻ ചോദിക്കാൻ അപ്പം എല്ലാവരും അതാ പറയാം, ഭയങ്കര ജനറസ് ആയിട്ടുള്ള ആളാണല്ലോ, പിന്നെന്താ. പക്ഷെ അത് വേറെ ഇത് വേറെ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. ബിസിനസ്സിലെപ്പോഴും നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്താ പറയുക, ആ ഒരു ഓരോ പൈസയും നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലായിട്ട് ചെയ്താലേ ശരിയാവുള്ളൂ. അതുകൊണ്ടായിരിക്കാം അന്ന് അങ്ങനെ ചെയ്തത്. അത് ഞാനതുവരെ ചോദിച്ചിട്ടില്ല അന്ന് അങ്ങനെ ചെയ്തതെന്നൊന്നും. അല്ല അത് ഞാൻ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു ലോൺ എടുത്ത് ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഉള്ളിൽ ഒരു തോട്ട് ഉണ്ടാവും, തിരിച്ചായി മേ ബി അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അല്ലെ, സാറായിട്ട് നല്ലൊരു ഹിന്റ് ഇട്ട് തന്നായിരിക്കും മാമിന്റെ ഗ്രോത്തിന്. ഞാൻ അന്നും ചോദിച്ചിട്ടില്ല, ഇപ്പോഴും ചോദിച്ചിട്ടില്ല. അതേപോലെ എനിക്ക് പല മാമിന്റെ ഇന്റർവ്യൂസും കണ്ടപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ചെറുപ്പം തൊട്ടേ മാമിന് ഒരു ഡിപ്പെൻഡിങ് നേച്ചർ കുറയ്ക്കണം എന്ന് തോന്നി. അതെ, ലെറ്റ് ഇറ്റ് ബി ഫിനാൻഷ്യൽ, ലെറ്റ് ഇറ്റ് ബി അല്ലാണ്ട് ഓരോ കാര്യങ്ങൾ. അത് ഉണ്ടാകാനുള്ള കാരണം പ്രധാനമായിട്ടും എന്തായിരുന്നു? മേ ബി ഐ ലോസ്റ്റ് മൈ ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 15. പിന്നെ മൈ ബ്രദേഴ്സ് ടുക്ക് ഓവർ ദ ബിസിനസ്. ഫാദറിൻ്റെ ബിസിനസ് അവർ ദേ ടുക്ക് ഓവർ. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാത്തലിക്സിലൊക്കെ ഒരു എന്താ പറയുക, ഒരു പെട്രിയാർക്കൽ സിസ്റ്റമാണ്. ഓൾ ദ പ്രോപ്പർട്ടി ഗോസ് ടു ദ ബോയ്സ്. അതൊക്കെ ഇതാർ ഓൾ ദ ഫാക്ട്സ്. ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, ഞങ്ങളുടെയൊക്കെ കാലത്ത്. അന്ന് വെച്ചാൽ ഞങ്ങളാണെങ്കിൽ 12 മക്കളും ഉണ്ട്, 5 ബോയ്സ് ആൻഡ് 7 ഗേൾസ്. അപ്പോൾ ഈ എന്താ പറയുക, അപ്പൻ ഹി വാസ് റിച്ച്. കാരണം ജുവലറി ഉണ്ട്, ഞങ്ങൾക്ക് 3 കാറുണ്ട്, അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിക്കുന്നത്. അതൊക്കെ പറഞ്ഞാലും പെൺകുട്ടികളുടെ കാര്യം വരുമ്പോൾ മിനിമം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന്, അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എല്ലാ ഫാമിലിയിലും ഇല്ല, ഞങ്ങളുടെ ഫാമിലിയിലുണ്ടായിരുന്നു. അപ്പോൾ അന്നേ തുടങ്ങി എൻ്റെ മനസ്സിൽ ഇതൊരു വേദനയാണ്. കാരണം നമുക്ക് എത്രയൊക്കെ നമ്മുടെ ഫാദറിനുണ്ടെങ്കിലും വൺ ഫൈൻ മോർണിംഗ് ഫാദർ മരിക്കുമ്പോൾ നമ്മൾ ഒരു ഓർഫണ്ട പോലെയൊക്കെ തന്നെയായിരുന്നു. കാരണം അവരെന്തെങ്കിലും തന്നാൽ മേടിക്കാം എന്നല്ലാതെ നമുക്കൊരു റൈറ്റ് ഇല്ലാത്ത പോലെ. എല്ലാ റൈറ്റും ബോയ്സിനാണ്, ഗേൾസിനൊരു റൈറ്റും ഇല്ല എന്നുള്ള പോലെ. അപ്പോൾ അതെൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ഞാനൊക്കെ അന്ന് 15 വയസ്സേ ഉള്ളൂ എനിക്ക്. അപ്പം മേ ബി അതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് ആരെയും ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി വൺസ് അത് ആവശ്യമില്ലാത്ത സമയം മുതൽ ഞാനത് ആശ്രയിക്കില്ല എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ഉള്ളിൽ കേട്ടോ. പക്ഷെ ഇന്നത്തെ കാലത്ത് മോസ്റ്റ് ഓഫ് ദ ഗേൾസ് അല്ലെങ്കിൽ വുമൺ അവർ ആഗ്രഹിക്കുന്ന ഒന്നാണ് അല്ലെ, ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണെങ്കിലും. അത് മാം അന്നേ ആ ഒരു ചിന്ത മാമിന് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകമാണ് വൈ എന്നുള്ളത്. ശരിയാ, അന്ന് തൊട്ടേ ഞാൻ ഒരു ആവശ്യത്തിന് ഒരാളോട് മുമ്പിൽ കൈ നീട്ടിയിട്ടുമില്ല. ഇപ്പോഴും എനിക്കതിന് കൈ നീട്ടാൻ എനിക്ക് പറ്റില്ല. ഞാൻ അന്ന് ഇവിടെ ഞങ്ങളുടെ ഇൻഡസ്ട്രി, എൻ്റെ ഹസ്ബൻഡ് ഇൻഡസ്ട്രി തുടങ്ങിയിട്ട് 6 മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ഹാഡ് ഓൺലി 1 സ്കൂട്ടർ. എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ എനിക്കത് വേണം ഇത് വേണമെന്നൊരാഗ്രഹമോ അന്ന് തോന്നിയിട്ടില്ല. മിനിമം മതി എന്നാൽ എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളൂ. ഞാൻ ചെറിയൊരു വാടക വീടായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടുമില്ല. അതൊക്കെ എൻ്റെ ഒരു നേച്ചറായിരിക്കാം കേട്ടോ. അന്നത്തെ ആ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് മാം കണ്ടുവന്നാണല്ലോ. തീർച്ചയായിട്ടും എത്രത്തോളം സന്തോഷമുണ്ട് അല്ലെ, നിങ്ങൾ പടിപടിയായി ഇപ്പൊ പറയുന്നു വാടക വീട്ടിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇവിടെ എത്തി നിൽക്കും. അവിടെ എനിക്ക് 3 കാറുണ്ട്, പക്ഷെ ഞാനിവിടെ സ്കൂട്ടറിന് പോകണം. അതുകൊണ്ട് എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. ഏറ്റവും വലുത് എനിക്ക് തോന്നുന്നു മനസ്സിന്റെ സന്തോഷം, സമാധാനം, സന്തോഷം. നമ്മുടെ ഒരു നമുക്ക് ആരെയും വേറെ ഡിപ്പെൻഡ് ചെയ്യണ്ട, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. മാം ഈ മാർക്കറ്റിങ്ങിന്റെ സ്റ്റേജ് അതും എനിക്ക് മാമിന്റെ കേട്ടപ്പോൾ ഭയങ്കര തോന്നി. മാം ആ സമയത്ത് ഭയങ്കര പെക്യുലിയർ ആയിരുന്നു. എനിക്ക് മോഡൽസ് ഇങ്ങനെ വേണം, ഹോർഡിങ്സ്, അതിനെ പറ്റി എന്ന് പറയുമ്പോൾ അതായത് വി സ്റ്റാർ തുടങ്ങി. അതെ, മനസ്സിലായി. അപ്പം ഇന്നവേറിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ വേറെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒന്നും പരസ്യങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ചീപ്പാണല്ലോ എന്ന് എനിക്കിങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ റെക്ടിഫൈ ചെയ്ത് നല്ലൊരു എന്താ പറയുക, ഒരു ഗ്ലോറിഫൈഡ് ഫോമിൽ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു നോബിളർ ഫോമിൽ ആയിരുന്നു ഞാൻ ആഡുകളൊക്കെ പ്ലാൻ ചെയ്തത്. അതൊക്കെ നന്നായിട്ട് ഹിറ്റായി. അപ്പം അപ്പം തന്നെ ആളുകളുടെ ചിന്താഗതി മാറി. ഇതിനെ നോക്കിക്കാണുന്ന വിധം, ആഡാണ് എന്ന് കാണുന്ന വിധം. അതെ, ഇപ്പൊ ഒരു മോഡലിന്റെ ഒരു ബോഡി നേച്ചറോ അല്ലെങ്കിൽ ഒരു സൈസോ ഇതൊക്കെ അഫക്റ്റഡ് ആണ് ഒരു പീപ്പിൾസ് വൾഗാരിറ്റി ഇല്ലാതിരിക്കാൻ. അപ്പോൾ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു.
അപ്പൊ ഞാൻ അതിന് മാം എന്തെങ്കിലും റെഫറൻസ് ഉണ്ട്? മാം കുറെ യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്തൊക്കെ പോയി യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ആടുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെയൊന്നും അവർ ഓപ്പണായിട്ട് കാണിക്കുമെങ്കിലും അതിലൊരു വൾഗാരിറ്റിയും ഒന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ അതുപോലെ ശ്രദ്ധിച്ചു. ഈ പറയുന്ന പോലെ എന്താ പറയുക, 100% ആൾക്കാരെ ഹാപ്പി ആയിട്ട് നമുക്ക് സന്തോഷിപ്പിച്ചിട്ട് നമുക്കൊന്നും ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സം പീപ്പിൾ വെർ അൺഹാപ്പി, ദാറ്റ്സ് ഓക്കെ, അവർ ജഡ്ജ് ചെയ്തോട്ടെ. മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് വെദർ ഐ ആം ഹാപ്പി ഓർ നോട്ട്. ഐ വാസ് ഹാപ്പി. Yes, you were very confident. I was very confident and happy. Yeah. കാരണം എനിക്കതൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ വൃത്തികേടായിട്ടോ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ then there is no point. മാം ഇത്ര നാളത്തെ ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു കുറച്ച് കവർ ചെയ്തു. മേ ബി നൗ ഇറ്റ്സ് ഗോയിങ് ടു ബി 30 years. സോ ഈ ഒരു ടൈമിൽ മാം ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്, ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ത് വേണം ഒരു സംരംഭകൻ അല്ലെങ്കിൽ സംരംഭകയ്ക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് കമ്പൈൽ ചെയ്ത് പറയാൻ പറ്റില്ല. ഒരു ക്വാളിറ്റി അല്ല, കുറച്ചധികം ഫാക്ടേഴ്സ് ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ഓൺടർപ്രണർ സക്സസ്ഫുൾ ആവുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഡക്റ്റ് നോളജ് വേണം. ഈ ഷുഡ് ബി റെഡി ടു വർക്ക് ഹാർഡ്. പിന്നെ ടൈം കോൺഷ്യസ്നെസ് വേണം. പിന്നെ എന്താ പറയുക, എംപ്ലോയീസിനെ കൊണ്ടുപോകുന്ന നല്ലൊരു ലീഡർ ആവണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പോസിറ്റീവ് മൈൻഡ് ആവണം എപ്പോഴും. ആ ഒരു കറേജും പോസിറ്റീവ് മൈൻഡ്, എനിക്ക് ചെയ്യാൻ പറ്റും, ഞാനത് വിജയിച്ചേ അടങ്ങും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഇടയിൽ വരുന്ന പല പല പ്രോബ്ലംസും ക്രൈസിസൊക്കെ വരും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് ഷുഡ് ബി വെരി സ്ട്രോങ്. ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയേ ഉള്ളൂ, ഒരു വഴി അടഞ്ഞാൽ ഞാൻ വേറെ വഴി തുറന്ന് പോയിരിക്കും എന്ന് പറയുന്നൊരു മനസ്സുള്ളവരാണ്. അല്ലാതെ വളരെ കംഫർട്ട് ലെവലിൽ 3 നേരം ഭക്ഷണം കഴിച്ച് ഉറങ്ങി സുഖിച്ച് അങ്ങനെ വളരെ കംഫർട്ട് ലെവലിലുള്ള ഒരാൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അത്രയധികം നമുക്ക് മെൻ്റലി നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയും വേണം. ഫിസിക്കലി ഓൾസോ വി ഷുഡ് ബി വെരി ആക്റ്റീവ്. ആൻഡ് ഞാൻ വിശ്വസിക്കുന്ന അതാണ്. അങ്ങനെ അല്ലാത്തവരുണ്ടായിരിക്കാം, എനിക്കറിയില്ല. ദാറ്റ് ഇസ് വാട്ട് ഐ ബിലീവ്. ഇത് മാം പറഞ്ഞപ്പോൾ ഞാൻ സാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ എനിക്ക് പെട്ടെന്ന് മനക്കെട്ടി ഉണ്ടെങ്കിലേ ബിസിനസ്സിലേക്ക് മനസ്സിന് കുറച്ച് ധൈര്യം വേണം. പലരും നമ്മളെ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളാകുമ്പോൾ ഒരുപാട് പേര് നമ്മളെ ഇങ്ങനെ നെഗറ്റിവിറ്റി കൊണ്ടുവരാനും നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും നമ്മളെ അടിച്ചു താഴ്ത്താനൊക്കെ നോക്കും. അതിൽ നിന്ന് നമ്മൾ നിവർന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ധൈര്യം വേണം. പുരുഷന്മാരെ അപേക്ഷിച്ച് കുറച്ചും കൂടി നമുക്ക് ശത്രുക്കളും കാര്യങ്ങളൊക്കെ കൂടുന്നു വെച്ചാൽ അങ്ങനെയാണ് അത്ര അംഗീകരിച്ച് തരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കുറച്ച്. എന്തായാലും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു എൻവയൺമെന്റ്, അങ്ങനെയാണല്ലോ. ഇപ്പൊ പുറത്തോ അമേരിക്കയിലോ UK കാണുന്ന പോലെ അല്ലല്ലോ ഇവിടുത്തെ പുരുഷന്മാർ സ്ത്രീകളെ കാണുന്നത്. അത് വ്യത്യാസം ഉണ്ടെന്നുള്ള ഉറപ്പല്ലേ. നമുക്ക് വെറുതെ ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ മതി, എന്തൊക്കെയാണ് സ്ത്രീകളെ കുറ്റം പറയുന്നത്, എന്തെല്ലാം വൃത്തികേടുകളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്, അങ്ങനെയുള്ളൊരു നാടാണ്. അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഇത് പറഞ്ഞപ്പോൾ മാം വെൻ എന്ന് പറയുന്നത് വുമൺ ഓൺട്രപ്രണർ നെറ്റ്വർക്കിന്റെ മാം ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ അത് ഫൗണ്ട് ചെയ്ത ഒരു അംഗമാണ് മാം. അപ്പോൾ അത് യു ആർ പ്രൊമോട്ടിങ് ദം, അതായത് വുമണിനെ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരാനും അവരെ ഇത് ചെയ്യാനുമല്ല. അതിന്റെ മോട്ടോ എന്താണ് ശരിക്കും? ഞാൻ പല ഓർഗനൈസേഷനുകളിലും ഉണ്ടായിരുന്നു. CII അല്ലെങ്കിൽ കേരള ചേംബർ അല്ലെങ്കിൽ പട്ടായി, അങ്ങനെ പല ഓർഗനൈസേഷനുകളിലും ഞാൻ മെമ്പറായിരുന്നു. പക്ഷെ എനിക്ക് അവിടെയൊക്കെ പോയപ്പോഴും എനിക്ക് I couldn't give anything to them and I couldn't get anything from those organizations. നമ്മൾ വെറുതെ ഒരു ഗസ്റ്റായിട്ട് പോകും, ചായ കുടിക്കും പോയിരുന്നല്ലാതെ അങ്ങനെ ഒരു ടേക്ക് അവേയോ അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും ഇല്ലാത്ത പോലെ, അങ്ങനെ വളരെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പ് പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് നമുക്ക് തന്നെ ഒരു വെറുതെ ഒന്നും വേണ്ട, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. വെറുതെ നമുക്ക് ആരൊക്കെയാണ് ഇവിടെ ഓൺടർപ്രണേഴ്സ് എന്ന് അറിയാം. അങ്ങനെ വെറുതെ ഒരു തമാശയ്ക്ക് തുടങ്ങിയൊരു കാര്യമാണ്. പക്ഷെ അത് വലിയ അപ്പം എനിക്ക് തോന്നുന്നു അത് നീഡ് ഓഫ് ദ ഹവർ ആയിരുന്നു. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഇല്ല, വിമൻ ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇല്ല എക്സ്ക്ലൂസീവായിട്ട്. കാരണം എല്ലാവർക്കും അവിടെ പോയി ഷൈൻ ചെയ്യാനും പറ്റില്ല. കാരണം ഇത്രയും 10, 40, 50, 200 മെന്നിൻ്റെ ഇടയിൽ നമ്മൾ 1, 2 ആൾ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം അവരാണ് അവിടെ റൂൾ ചെയ്യുന്നത്, അവരുടെയാണ് നിയമങ്ങൾ എല്ലാം അവരാണ്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഒന്നും ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അത് പെട്ടെന്ന് പിക്കപ്പ് ചെയ്തു.
ഇപ്പോൾ ഞങ്ങളൊരു 1000+ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. എല്ലാം പല ബിസിനസ് ചെയ്യുന്ന പല ഏജ് ഗ്രൂപ്പിലാണ്. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ചിലപ്പോൾ ഏറ്റവും പ്രായം, ബാക്കിയൊക്കെ ചെറിയ പിള്ളേരാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു 5 chapters ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം 40s ശേഷമാണ് ബിസിനസ് എന്ന് പറഞ്ഞൊരു ലോകത്തേക്ക് വരുന്നത്. ഇപ്പോഴും നമുക്കറിയാം കുറേ പേർക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ മാമിന് എന്ത് തോന്നുന്നു, ഇപ്പോൾ ഒരു ബെസ്റ്റ് ഐഡിയ ഇപ്പം ഇൻ കമ്മിങ് 5 years നിങ്ങൾ ഇത് തുടങ്ങിയാൽ ബെസ്റ്റ് ആയിരിക്കും, ആ ട്രെൻഡിനൊത്ത് പോകണം എന്നാണോ പറയാ, അതോ വാട്ട് ഈസ് യുവർ പാഷൻ യു ഗോ ഫോർ ഇറ്റ്? എന്താ മാമിന് അങ്ങനെ പറയാൻ? ഒന്ന് നമ്മുടെ പാഷൻ ആയിരിക്കണം, 2 അത് നീഡ് ഓഫ് ദ മാർക്കറ്റ് ആയിരിക്കണം, മാർക്കറ്റിൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. ഇപ്പം ഓയോ റൂംസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ട് ആണെങ്കിൽ അതൊക്കെ, പിന്നെ ഡ്രൈവർ ഓൺ കോൾ, അങ്ങനെ പല, പിന്നെ ഊബർ. അപ്പം അതൊക്കെ നമ്മുടെ ജീവിതം കൂടുതൽ കംഫർട്ടബിൾ ആകാനും കൺവീനിയൻ്റ് ആകാനുമുള്ള പല പല ആപ്പുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പണ്ടൊക്കെ ഒരു ഡ്രൈവറും ഒരു ഒക്കെ ഇല്ലെങ്കിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈച്ച് വൺ നമ്മൾ ഓരോരുത്തർക്കും ഒരു ഡ്രൈവറുള്ള പോലെയാണ്. ഒരു സാധനം പറഞ്ഞ ഉടനെ മേടിച്ചുകൊണ്ട് വരുന്നു അല്ലേ, അല്ലെങ്കിൽ ഒരു ഡ്രൈവറുള്ള പോലെയാണ്, ഒരു ഊബർ വിളിക്കുന്നു, നമ്മുടെ മുമ്പിൽ വരുന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങനെ പുതിയ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ എന്താണോ ജനങ്ങൾക്ക് ആവശ്യം, എന്താണോ നമുക്ക് ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യം, അതൊക്കെ കണ്ടുപിടിച്ചാൽ അങ്ങനെയാണ് ഇവരൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വളർന്നു. 2-3 കൊല്ലം കൊണ്ട് ഭയങ്കര വലിയ കമ്പനികളായതും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്താണോ നമുക്ക് ഇല്ലാത്ത പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം അയ്യോ ആ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന പ്രോഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം നമ്മൾ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വി ഡോണ്ട് മേക്ക് എ ഡിഫറൻസ് ദർ അല്ലേ, എന്തെങ്കിലും ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടാക്കിയാലാണ് നമുക്ക് കസ്റ്റമേഴ്സ് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുക. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ 100% വിജയിക്കാൻ എളുപ്പമുണ്ട്. അതല്ല വേറെ ആൾ ഇറക്കുന്ന അതേ സാധനം നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്തിട്ട് വേറൊരു പ്രോഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് റെഡിമെയ്ഡ് ബ്ലൗസുകളുണ്ട്. പക്ഷെ ഞാൻ ഇറക്കിയ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകതയുള്ളതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടി. ഇപ്പോഴും അതിനൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു ചാലഞ്ച് ഇല്ല. അത് ഭയങ്കര കംഫർട്ടാണ്, ആർക്ക് വേണമെങ്കിലും ഇടാം. പിന്നെ അയൺ ചെയ്യണ്ട, അമ്മയ്ക്കും ഇടാം മോൾക്കും ഇടാം, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടാൻ എളുപ്പമുണ്ടാവും. അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനേക്കാളും എന്താണ് നിങ്ങളുടെ പ്ലസ് പോയിന്റ്, നിങ്ങളുടെ പ്രോഡക്റ്റിനുള്ള പ്രത്യേകത എന്താണ്, അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഇറക്കിയാലും ചിലപ്പോൾ വിജയിക്കും. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഇൻഡസ്ട്രി തുടങ്ങുന്ന ആൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ധൈര്യവും ആ ഒരു പോസിറ്റിവിറ്റിയും അല്ലെങ്കിൽ ഒരു എന്താ കറേജും ഇടിച്ച് മുന്നോട്ട് പോകാനുള്ള മുന്നോട്ട് വരാനുള്ള ഭയങ്കര ഒരു ഷൈ നേച്ചറും ഭയങ്കര സോഫ്റ്റ് മൈൻഡഡും ഒന്നായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വെച്ച് നിൽക്കാൻ പറ്റും. ഹൈലി ഇമോഷണലും ഒന്നും നടക്കില്ല അവിടെ. അധികം ഇമോഷൻസ് ഒന്നും ബിസിനസ്സിൽ കൊണ്ടുവന്നാൽ ശരിയാവില്ല. അത് ഞാൻ പറയുമ്പോൾ ചോദിച്ചോട്ടെ, നമ്മുടെ സ്ത്രീകൾ പൊതുവെ ഇമോഷണൽ ആണ്, അങ്ങനെയാണ്, സ്ട്രെസ് ഉണ്ടാകും, പല പല കാര്യങ്ങൾ വി ഹാവ് ടു മാനേജ് അറ്റ് ദ സെയിം ടൈം എന്ന് പറയും. അപ്പം മാം ഈ ഒരു ബിസിനസ് ജേർണിയിൽ ഈ ഒരു സ്ട്രെസ്സും ഇതുമെല്ലാം എങ്ങനെ കൊണ്ടുപോയി? അതെ, പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇമോഷണലിൻ്റെ കാര്യത്തിൽ വിമൻ ആർ സ്ട്രോങ്ങർ ദാൻ മെൻ എന്നാണ്. അത് എനിക്ക് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ആ കസിൻ്റെ ഒരു മകൾ മരിച്ചു, പെട്ടെന്ന് ബ്രെയിൻ ഫീവറായിട്ട് മരിച്ചതാണ്. പക്ഷേ ആ കുട്ടിയുടെ അമ്മ പ്രസവിച്ച് വളർത്തിയ അമ്മ വിത്ത്സ്റ്റാൻഡ് ചെയ്തു സ്ട്രോങ് ആയിട്ട്. പക്ഷെ ആ കുട്ടിയുടെ അച്ഛൻ മാനസികമായിട്ട് തളർന്നിട്ട് ഡിപ്രഷനും അങ്ങനെ ഒക്കെ വന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള പല ഇൻസിഡൻസും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗേൾസ് ചെറുപ്പം മുതലേ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ എൻവയൺമെൻറ്റ് നമ്മളെ നല്ല സ്ട്രോങ് അഡാപ്റ്റബിലിറ്റിയും നമ്മളെ വളരെയധികം സ്ട്രോങ് ആക്കുന്നുണ്ട്. അതാ പറഞ്ഞത്. അപ്പോൾ ബോയ്സിനെ പക്ഷെ അത്രയ്ക്ക് എനിക്ക് തോന്നുന്നു എന്താണെന്ന് എനിക്കറിയില്ല, അത് ഫിസിയോളജിക്കലി ഉള്ള റീസൺ ആണോ എന്ന് എനിക്കറിയില്ല. വിമൻ ആർ സ്ട്രോങ്ങർ ഇൻ മൈൻഡ്, നോട്ട് ഫിസിക്കലി ബട്ട് മെൻ്റലി. ഐ ഓൾവേസ് ഫീൽ ദാറ്റ്. ഇതിൻ്റെ എല്ലാ ഇടയിലും ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. എനിക്ക് ഇതിന് എപ്പോഴും ഡൗട്ട് ഉള്ള സാധനമാണ് ഈ വി സ്റ്റാർ, വി ഗാർഡിൻ്റെ വി സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? വി എന്ന് പറഞ്ഞാൽ നമ്മൾ അതാണോ? ഡബ്ല്യു അല്ലല്ലോ, ഡബ്ല്യു അല്ല. പക്ഷെ ഞാൻ ഓർത്തു അത് തുടങ്ങിയത് വോൾട്ടേജ് ഗാർഡ് എന്ന് പറഞ്ഞിട്ടാണ് വി ഗാർഡ്.
അപ്പൊ അതായിട്ടൊരു ബന്ധവും ഇല്ല. പിന്നെ അങ്ങനെ വീല് എല്ലാവരും കയറി പിടിച്ചു എന്ന് മാത്രം. അപ്പൊ അല്ല, ഇത് വി സ്റ്റാർ എന്നുള്ളത് വി ഗാർഡിന്റെ തന്നെ ഒരു ബ്രാൻഡായിരുന്നു. പല 3-4 ബ്രാൻഡിലുണ്ടായിരുന്നു. വി കിങ്, വി സ്റ്റാർ, വി ഗാർഡ്, അങ്ങനെ 3-4 ബ്രാൻഡിൽ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് അവരെല്ലാം കൂടെ വി ഗാർഡ് ആക്കി. അപ്പൊ ഇതൊരു രജിസ്റ്റേർഡ് ട്രേഡ് നെയിം ഉണ്ടായിരുന്നു. അത് ഞാൻ ടേക്ക് ഓവർ ചെയ്തു. പിന്നെ അതേമാതിരി വേറൊരു കാര്യം കൂടി, അതൊക്കെ നമ്മളെ ക്യൂരിയസ് ആക്കുന്ന കാര്യമാണ്. എവിടെ നിന്നാലും നമുക്ക് ഇപ്പം വി ഗാർഡിന്റെയോ വീഗാ ലാൻഡിന്റെയോ ഒരു ബിൽഡിംഗ് കണ്ടു നമ്മൾ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. ഗ്രീനറി. അത് മാമിന്റെ ഐഡിയ ആണോ? അത് എന്തായിരുന്നു കാര്യം? എനിക്ക് പൊതുവെ ഗാർഡനോട് വളരെ ഇഷ്ടമുള്ള ആൾ. നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ കാണാം കുറെ ബോൺസായി അങ്ങനെ കളക്ഷൻ. ചെറുപ്പം മുതൽ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് ഗാർഡൻ ഉണ്ട്. കുറെ ചട്ടികളിൽ റോസും അതിന്റെ പൂവ് അത് എന്നും പോയി നോക്കില്ല. അങ്ങനെ ഒരു താല്പര്യമുണ്ട്. വണ്ടർല തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു ഗാർഡൻ ഞാൻ ചെയ്യാം. ബാംഗ്ലൂർ പാർക്ക് തുടങ്ങിയപ്പോഴും എൻ്റെ മോനോട് പറഞ്ഞു ഗാർഡൻ ഞാൻ ഇൻവോൾവ് ചെയ്യാം. അങ്ങനെ അപ്പം എനിക്ക് ഗാർഡനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ഭർത്താവിന് അത് കിട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ ഓൾസോ ഇങ്ങനെ തുടങ്ങുമ്പോൾ ചെടികളോടൊരു ഇഷ്ടം വന്നു. അങ്ങനെ ആയിരിക്കാം. പക്ഷെ അത് എല്ലായിടത്തും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എവിടെയോ ചെന്നപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെക്കാളും കൂടെ എൻ്റെ ഓഫീസിലുള്ളേക്കാളും ചെടികൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിലാണ് ആളത്. ആണല്ലോ. വെരി പാഷനേറ്റ്. അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ് കേട്ടോ. എന്തായാലും അതേപോലെ തന്നെ ഞാൻ ഈ പറയുമ്പോൾ കൊച്ചൗസേബ് സാറിന്റെ കാര്യം മാമിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ സാർ എന്താണ് മാമിന് ഈ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു അഡ്വൈസ് തന്നിട്ടുണ്ടോ? എനിക്ക് എല്ലാത്തിനും ഞാൻ അഡ്വൈസ് ചോദിക്കാറുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും. അതില്ലാതെ ഒരു സ്ത്രീക്ക് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. വീട്ടിൽ എന്റെ ഭർത്താവ് എല്ലാത്തിനും എതിരെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പം ഞാൻ പറയുന്നത് വേറൊരാള് തുടങ്ങുവാണെങ്കിലും ദാറ്റ് ഷുഡ് ബി ദേർ അല്ലേ? ഫാമിലി മൊത്തമായിട്ട് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് തീരെ പറ്റില്ല നമ്മുടെ നാട്ടില്. ഇപ്പോഴും മാം വി സ്റ്റാർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളും സാറും ഒക്കെ എന്ത് പറയുന്നു? മീൻസ് മാം എന്താ പറയാ, ഞാൻ കേട്ടിരുന്നു മാം മോർണിംഗ് ടു ആഫ്റ്റർനൂൺ അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഐ ഗോ ടു ഓഫീസ്. ഞാനൊരു 10 o'clock പോയി കഴിഞ്ഞാൽ 1:30 ആകുമ്പോഴേ ഞാൻ വരുള്ളൂ. Still you check the quality of everything. പിന്നെ ഞാൻ മെയിനായിട്ട് പ്രോഡക്ട്സും പിന്നെ അഡ്വർടൈസ്മെന്റ്സും ഞാൻ എല്ലാം നോക്കും. ഓക്കെ. അത് രണ്ടും ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. ബാക്കി പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ. മക്കളോട് നിങ്ങൾ ആ ഒരു വേറെ ആരും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ലേ? അപ്പൊ ഞാൻ മാത്രമേ ഇപ്പൊ അവിടെയുള്ളൂ. അവരെല്ലാരും ഇൻട്രസ്റ്റഡ്. അവരുടെ മിഥുനും വി ഗാർഡ് നോക്കുന്നു. അപ്പൊ അവർക്ക് അത് വലിയ ബിസിനസ്. അതിൻ്റെ ഇടയിൽ ഈ ചെറിയ ബിസിനസ് നോക്കാൻ അവർക്ക് സമയമില്ല, താല്പര്യമില്ല. മൂത്തമാനാണെങ്കിൽ വണ്ടർല ഡിവിഷൻ നോക്കുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഡ്രസ്സ് അങ്ങനോട് തീരെ അങ്ങനെ അതിനെക്കുറിച്ച് എന്താ പറയുക ബോധേഡും അല്ല, അങ്ങനെ അതിനെക്കുറിച്ച് അറിയുന്നൊരു സബ്ജക്റ്റും അല്ല. എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പം മൈ പാഷൻ. ഞാൻ കമന്റ്സിൽ ശ്രദ്ധിച്ചതാ, എന്താ ചുരിദാസ് വരാത്ത വി സ്റ്റാറിന്റെ ഒന്നുകൂടെയും കൊണ്ടുവന്നുകൂടെ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ മാം അതിനൊരു ഉത്തരം പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ എന്നാൽ പോലും മാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടില്ല ഒരു എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് ഫോർ ഇത്രയും ആൾക്കാരെ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഒരു ഔട്ട്ലെറ്റ് എല്ലാം കൂടെ പറ്റില്ല. ഇത് തന്നെ മര്യാദ പണിയുണ്ട്. അപ്പൊ ഇത് പിന്നെ അന്ന് സൽവാർ കമ്മീസ് ഒന്നും നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്നില്ല. അപ്പം അന്ന് എനിക്ക് എളുപ്പമായിരുന്നു. നല്ല പേരെടുക്കാനും ഒരുപാട് എനിക്ക് ഇന്നോവേഷൻസ് അതിൽ കൊണ്ടുവരാനും. ഓണം ഒക്കെ ഡ്രസ്സൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തീർച്ചയായിട്ടും. അതൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു സാധ്യത കാണുന്നില്ല. സർപ്ലസ് ആണ്, കൂടുതലാണ്, മോർ ഡിമാൻഡാണ്, മോർ സപ്ലൈ ആണ് ഡിമാൻഡിനേക്കാളും അല്ലേ? ഇവിടെ എവറി തേർഡ് ബിൽഡിംഗ് ഇസ് എ ബൊട്ടീക്ക്. അപ്പം അതിൻ്റെ ഇടയിൽ ഇനി ഞാൻ അവിടെ പോയി തല വെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ആളുകൾക്ക് ഒരു ക്ഷാമവും ഇല്ല. മാം ടീമിന്റെ കാര്യം പറഞ്ഞല്ലോ മാം. ആദ്യം നല്ലൊരു ടീം എന്തായാലും വേണം നമുക്കൊരു ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ട്. അപ്പൊ മാമിന്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള അങ്ങനെ ടീമിൽ ഉണ്ടായിരുന്നവർ ഇപ്പോഴും ഉണ്ടോ? 5-6 പേര് ഇപ്പോഴും ഉണ്ട്. 25-28 കൊല്ലമായവരൊക്കെ ഉണ്ട്, തുടക്കത്തിലുള്ളവരുണ്ട്. അപ്പൊ അവരോടെല്ലാം ഡീൽ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ കേട്ടെന്ന് തോന്നാ നമ്മൾ ലോജിക് ആൻഡ് ഇമോഷൻസ് ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകണം നമ്മുടെ ടീമിനെ കൊണ്ടുപോകുമ്പോൾ. തീർച്ചയായിട്ടും ഇമോഷന് ഒരു പരിധി വിട്ട് നമുക്ക് സ്ഥാനം കൊടുത്ത കാര്യമല്ല ബിസിനസ്സിൽ. നമ്മൾ ബിസിനസ്സിലെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ബിസിനസ്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ എപ്പോഴും അവരെ കൂടെ നിർത്തും, സപ്പോർട്ട് ചെയ്യും. അവരെന്നെയാണെങ്കിലും അതെ എൻ്റെ ബെസ്റ്റ് അഡ്വൈസേഴ്സ് അവരാണ്.
കാരണം അവർക്കറിയാം നമ്മളിത് എങ്ങനെയാണ് തുടങ്ങിയെന്നൊക്കെ. അപ്പോൾ ഈ ബിസിനസ് കാര്യത്തിൽ അവരുടെ അഡ്വൈസൊക്കെ ഞാൻ തീർച്ചയായിട്ടും വാല്യൂ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാം ഇങ്ങനെ പറഞ്ഞ കോൺവെന്റ്സിലൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ അതും ഒരു കൈൻഡ് ഓഫ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗം എന്നും പറയാം. അത് കേരളത്തിൽ അതേ നടക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 1000-2000 പേരെ വെച്ച് വലിയൊരു ഫാക്ടറി ഒന്നും ഇവിടെ റൺ ചെയ്യാൻ കേരളത്തിൽ നടക്കില്ല. നടത്തിയിട്ടുള്ളവർക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു മെത്തേഡ് വിഗാർഡ് ചെയ്തുകൊണ്ടിരുന്ന ആ മെത്തേഡ് ഞാൻ അഡാപ്റ്റ് ചെയ്യുക ചെയ്തത്. ഇവിടെ ഇപ്പോൾ 16 യൂണിറ്റ് കോൺവെൻറ്റുകളിൽ തന്നെയാണ് ബ്രാ ഉണ്ടാക്കുന്നുണ്ട്. ചില പ്രൊഡക്ട്സ് കുറേ ബോംബെയിലുണ്ട്, കുറേ ബാംഗ്ലൂരിൽ നിന്നുണ്ട്, തിരുപ്പൂരിൽ നിന്നുണ്ട്. നിറ്റഡ് വെയർ മുഴുവൻ തിരുപ്പൂരാണ്. ഞങ്ങൾക്ക് അവിടെ വലിയൊരു ഫാക്ടറിയും ഓഫീസൊക്കെ ഉണ്ട്. തിരുപ്പൂർ ഉണ്ട്. കേരളത്തിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. കേരളത്തിൽ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ലോഡ് ചുമട് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ ഒരു എളുപ്പമല്ല അതൊന്നും ഡീൽ ചെയ്യാനായിട്ട്. അത് മാറി എന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും പേപ്പറിൽ കാണാമല്ലോ, എന്തെങ്കിലും കൊണ്ടുവരുമ്പോഴേക്കും അത് ഭീഷണിപ്പെടുത്തലും. അത് അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ കോടിക്കണക്കിന് രൂപ വെച്ചിട്ടൊന്നുമല്ല ഒരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സും മടുക്കും, നമുക്ക് പേടിയും, അല്ലെങ്കിൽ 100 പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ആളുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിൽ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ചില സാഹചര്യമൊക്കെ വരും. എത്രയോ അടച്ചു പൂട്ടി പോയിരിക്കുന്നു. വെറുതെ 1-2 യൂണിയൻകാർ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് എത്ര കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അല്ലേ, ഒരുപാട് നമ്മൾ കാണുന്നതല്ലേ. വീസ്റ്റാറിന് അങ്ങനെ ഒരു ഘട്ടം വന്നിരുന്നു. വീസ്റ്റാറിന് അങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയോ നമുക്ക് സോർട്ട് ഔട്ട് അതെ. പക്ഷെ അത് പറയുന്ന പോലെ പേടിച്ച് പുറകോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ കഥ വേറെ ആവുമായിരുന്നു. ഞാൻ പേടിച്ച് പുറകോട്ട് പോയില്ല. മാം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഈ ഇടയ്ക്ക് ഞാനൊരു ഫൈറ്റർ തന്നെയാണ്. ഞാൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ വീസ്റ്റാർ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. മാം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ നമ്മുടെ ഫ്രഷ് ടു ഹോമിന്റെ മാത്യു സാർ പറഞ്ഞു ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ നേരിടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ യാതൊരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് മേ ബി ഇവിടെ ഭരിക്കുന്നവർക്ക് നമ്മുടെ നാട് പുരോഗതി നേടണം എന്നുള്ള ഒരു ആഗ്രഹം കുറവായതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിനേക്കാളും പ്രയോറിറ്റി അവരുടെ അണികളെ കൂടെ നിർത്താൻ ഉള്ള ഇതുകൊണ്ടായിരിക്കാം. അണികൾക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണല്ലോ, നശീകരണവും. എനിക്കറിയില്ല അതുകൊണ്ട് എന്താ നേടിയത്. അതല്ലേ നമ്മളിങ്ങനെ പുറകോട്ട് നിൽക്കുന്നത്. നമ്മൾ മുമ്പിലാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും സത്യം എന്താണെന്ന് അറിയാം. ഇപ്പം മണി ഈസ് എ ബിഗ് ഫാക്ടർ നമ്മൾ എന്തൊരു ബിസിനസ്സിലും. ഇപ്പൊ ചില ആൾക്കാർ പറയാം എനിക്ക് എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഈ മുന്നേ പറഞ്ഞ മാതിരി, പക്ഷെ ഇപ്പം തുടങ്ങാൻ സാധിക്കുമോ? ഇപ്പം ഈ ലോണിനെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചിലർ പറയും റിസ്കിന്റെ ഒരു കാര്യം എല്ലാം മുന്നിട്ട് വെച്ചിട്ട് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരോടൊക്കെ മാമിന് എന്തായിരിക്കും പറയാനുള്ളത്? എപ്പോഴും ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ചെറിയ ബിസിനസ്സായിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സർവീസ് ഇൻഡസ്ട്രിയൊക്കെ ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. മാനുഫാക്ചറിങ്ങിന് പറ്റിയൊരു സംസ്ഥാനമാണ് കേരളം എന്ന് എനിക്ക് തോന്നുന്നില്ല. വർക്കേഴ്സ് ആണെങ്കിലെല്ലാം അതർ സ്റ്റേറ്റ്സിൽ നിന്നാണ് വരുന്നത് അല്ലേ. മലയാളികൾക്ക് അങ്ങനെ 8-10 മണിക്കൂറൊന്നും ജോലി ചെയ്യാൻ വലിയ താല്പര്യമില്ല. മലയാളികൾക്ക് എപ്പോഴും വൈറ്റ് കോളർ ജോബൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ടാണല്ലോ ഇവിടെ കെട്ടിടം പണിയാനോ തുണി തേക്കാനോ അല്ലെങ്കിൽ തോട്ടപ്പണിക്കോ തയ്യലിനോ ഒക്കെ അതർ സ്റ്റേറ്റ്സിലെ തൊഴിലാളികളല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ജനസംഖ്യ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, ഇവിടുത്തെ ജനങ്ങൾക്കത് ചെയ്യാൻ താല്പര്യമില്ല, ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വലിയൊരു മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല എവിടെ ചെന്നെത്തുന്നു. ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു, വീഗാർഡിൻ്റെ എംപ്ലോയീസിൻ്റെ ഇടയിൽ വലിയൊരു സെലിബ്രേഷൻ. അപ്പം ഞാൻ മാമിനോട് മുന്നേ ചോദിച്ചു, ഈ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ മാം പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, എംപ്ലോയീസിന് വി പ്രൊവൈഡ് എവറിത്തിങ് ഫോർ ദം ഇഫ് ദേ ആർ ഒരു അണ്ടർ പ്രിവിലേജ്. തീർച്ചയായിട്ടും അല്ലേ. അതെ. ഇപ്പോൾ ഫ്ലഡൊക്കെ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നു 10-40 എംപ്ലോയീസിൻ്റെ വീട് ഇങ്ങനെ വെള്ളമൊക്കെ കയറിയിട്ട് നശിച്ചു. അപ്പോൾ നമ്മൾ ഇതെല്ലാവരും കൂടെ വീഗാർഡും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ അവരുടെ വീടുകളൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ അവർക്കും അറിയാം നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ അവരെ കൺസിഡർ ചെയ്യാറ്. അല്ലാതെ
എന്താ പറയുക, വേറെ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ തൊഴിലാളികൾ നമ്മുടെ ശത്രുക്കളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുമില്ല. കാരണം അവരില്ലാതെ ഞാൻ തന്നെ വിചാരിച്ച വല്ലതും നടക്കും. അവരെല്ലാം എല്ലാ ജോലിയും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ആ ഒരു പരിരക്ഷ അവർക്ക് ഞാൻ കൊടുക്കേണ്ടതല്ലേ. അങ്ങനെയാണ് ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലല്ലാതെ ജോലിക്കാരെ ഒരു ശത്രുക്കളായിട്ടൊന്നും ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരാണ് ജോലി ചെയ്യുന്നവർ. അപ്പോൾ പിന്നെ അവരെ നമ്മൾ രക്ഷിക്കാതെ പറ്റില്ലല്ലോ. അങ്ങനെ അല്ല, അവരെ ശത്രുക്കളായിട്ട് കണ്ടാൽ ഇങ്ങനെ ശരിയാവും? ഒരിക്കലും ശരിയാവില്ല. ഇതെല്ലാം വിട്ട് നോക്കുമ്പോൾ മാമിൻ്റെ ഒരു പേഴ്സണാലിറ്റീനെ ഞാനൊന്ന് തോന്നട്ടെ. മാം, യു ലുക്ക് വെരി ആക്റ്റീവ്, യു ആർ വെരി പ്ലീസിങ്. ഇതിനെല്ലാം ഇടയിൽ ഹൗ ഡു യു മാനേജ് ഓൾ ദീസ്? ഐ മീൻ, ഞാൻ പറയുന്ന ഒരു ഡെയിലി മാമിൻ്റെ ഒരു റൂട്ടീൻ, ഡസ് ദാറ്റ് ഹെൽപ്പ് യു ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും പേഴ്സണലി എല്ലാം? നമ്മൾ പറയില്ലേ, എന്താ പറയുക, ഭയങ്കര വിജിലൻ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മാമിൻ്റെ ഒരു ഡെയിലി? ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റായിരിക്കണം. ഞാൻ എപ്പോഴും ഒരു 45 മിനിറ്റ്സിന് എൻ്റെ ബോഡിക്ക് വേണ്ടി ചിലവഴിക്കും. എക്സസൈസോ ഡാൻസ് ആയിരിക്കാം, എയറോബിക്സ് ആയിരിക്കാം, എന്തെങ്കിലും. ഞാനൊരു സ്പോർട്സ് ഗേളായിരുന്നു, ഞാൻ ഹോക്കി പ്ലെയറൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കളിക്കാനും സ്വെറ്റ് ചെയ്യാനും. അതൊക്കെയാണ് എന്നെ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഐ സെലിബ്രേറ്റഡ് മൈ 70th ബർത്ത്ഡേ ഈ മാർച്ചിൽ. അപ്പോൾ ഞാനൊക്കെ, എൻ്റെ അപ്പൻ 69 മരിക്കുന്നത്. അപ്പൻ മരിക്കുമ്പോൾ ഭയങ്കര വയസ്സിൻ്റെ പോലെയായിരുന്നു. അപ്പോൾ ഞാനല്ലെങ്കിൽ ദൈവമേ, ഞാനിപ്പോൾ 70 ആയില്ലേ. പക്ഷെ എനിക്ക് മെൻ്റലി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മേ ബി എൻ്റെ ഒരു ആക്റ്റീവ് ലൈഫ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് എന്നെ ഗൈഡ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. മെൻ്റലി ആൻഡ് ഫിസിക്കലി യു ഹാവ് ടു കീപ്പ് യുവർ സെൽഫ് യങ് ആൻഡ് യു ഓൾസോ ഹാവ് ടു ഗോ ഓൺ ലേണിങ് ന്യൂ തിങ്സ്. അതൊക്കെ ഇപ്പോൾ ഞാൻ കോവിഡ് വന്നപ്പോൾ ഞാൻ വാട്ടർ കളർ പെയിൻറ്റിങ്ങിലേക്ക് കടന്നു. V-Starന്റെ പ്രൊഡക്ട്സിൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ തന്നെ ലൈഫിൽ പുതിയ പുതിയ സാധനങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ആൻഡ് ദാറ്റ് കീപ്സ് മീ ഗോയിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെരി നൈസ്. മാമും സാറും രണ്ടുപേരും ഒരു ബിസിനസ് ലീഡ് ചെയ്യുന്ന രണ്ടുപേരാണ്. V-Star മാം ആണെങ്കിൽ സാറ് ഇതുവരെ V-Guard നോക്കിക്കൊണ്ടിരുന്നല്ലേ. മാം ആസ് എ ബിസിനസ് പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും വ്യത്യസ്തമായൊരു ഫാക്ടർ എന്താ തോന്നുന്നത്? അല്ലെങ്കിൽ ഒരു മാൻ ലീഡ് ചെയ്യുന്ന മാതിരി ആവില്ല ചിലപ്പോൾ ഒരു വുമൺ ഒരു ബിസിനസ് ലീഡ് ചെയ്യാൻ. അപ്പോൾ സാറും മാമും തമ്മിൽ ആസ് എ ബിസിനസ് ലീഡർ അല്ലെങ്കിൽ ഹെഡ് ഓഫ് എ പോസ്റ്റ് എന്താണ് ഒരു ഡിഫറൻസ് എന്ന് തോന്നുന്നത്? അപ്പോൾ എനിക്ക് തോന്നുന്നു ബിസിനസ് കാര്യത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ മോഡൽ. സാർ? അതെ, തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അതൊരു ട്രേഡറായിരുന്നു. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. ഇത് വേറെ ടോട്ടലി ഡിഫറെൻ്റ് ഒരു ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് കാര്യത്തിൽ ഞാനെപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ അത് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. വീട്ടിൽ നിങ്ങൾ ആഫ്റ്റർ ഓഫീസ് ടൈം നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ലഞ്ച് കഴിക്കുന്ന നേരത്ത് എന്തെങ്കിലും അന്നുണ്ടായ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ പറയുന്നല്ലാതെ അങ്ങനെ നീണ്ട ഒരു ഡിസ്കഷനൊന്നും ഒന്നുമില്ല, ചെയ്യാറില്ല. ഇറ്റ് വാസ് എ പ്ലഷർ ടോക്കിംഗ് ടു യു മാം. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ഈ തിരക്കാണെന്ന് അറിയാം, എന്നാലും ഞങ്ങൾക്ക് വേണ്ടി സമയം തന്നതിൽ ഒത്തിരി താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു മാം.